നിർബന്ധമായിട്ട് സാറിന് അറിയില്ല. ഇപ്പോൾ നമ്മളെ എന്താ പറയുക, തെരുവ് ഡോഗിനെ സ്നേഹിക്കുന്നവരുണ്ട്, തെരുവ് പൂച്ചയെ സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷികളെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ തെരുവ് നായ്ക്കൾക്കൊക്കെ വേനൽക്കാലത്ത് തെരുവ് പൂച്ചയ്ക്ക് വീട്ടിൻ്റെ പറമ്പിലോ വീട്ടിനോട് ചേർന്ന് വെള്ളം വെച്ച് കൊടുക്കാതിരിക്കുക. പാമ്പുകൾക്ക് ചൂട് കൂടുമ്പോൾ വെള്ളം അനിവാര്യമാണ്. അപ്പോൾ വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അടുത്ത പറമ്പിലോട്ടോ കുറച്ച് ദൂരോട്ടോ വെക്കുക. പിന്നെ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്ത്, ഇപ്പോൾ ഞാൻ ഇന്നലെ നെയ്യാറ്റിൻകരയൊക്കെ അടുത്ത് ഞാൻ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്, വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ ഈ എന്താ പറയുക ബേസിനിലും ബക്കറ്റിലൊക്കെ താമര ചെടിയൊന്നും വെക്കരുത്. ഞാൻ നെയ്യാറ്റിൻകര മെനിങ്ങാന്നൊരു പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് ആ വീട്ടിൽ 9 ബേസിനിൽ താമര അട്ടിക്കുന്നു, താഴെ വെള്ളം വെച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു വലയിട്ടിട്ടുണ്ട് പാമ്പ് എല്ലായിരിക്കാണ്ട്. പിന്നെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്, സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വേനൽ സമയത്ത് ഇതൊക്കെ ഹൈറ്റിലേക്ക് തട്ടിൻ്റെ മേളിൽ ടെറസിൻ്റെ മണ്ടയിൽ വെള്ളം വെക്കുക. അപ്പോൾ വെള്ള സ്ഥലത്ത് ഇവൻ വരും. നമ്മൾ വെള്ളം കുടിച്ച് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും മാളത്തിലങ്ങ് ഇരിക്കും. അപ്പോൾ അതിൽ എലി സഞ്ചരിക്കും. വേനൽ കൂടുമ്പോൾ എലിക്കും വെള്ളം വേണം. അപ്പോൾ എലി അവന് ഈസിയായിട്ട് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ ഷെൽട്ടറാക്കും. അപ്പോൾ ആരെങ്കിലും അവിടെ ചെടി എടുക്കാനോ വരുന്ന സമയത്ത് ചവിട്ടുന്ന കടി കിട്ടും. അത് അപകടമാണ്. പിന്നെ സന്ധ്യ സമയത്ത് എലി ഓടിപ്പോകുന്ന എലി ചിലപ്പോൾ ജനൽ തുറന്നാലും ജനലിൽ എൻ്റെ സൈഡ് വിറവ് വെച്ച് ആ വിറവ് വഴി അകത്തേക്ക് ഇറങ്ങും. ഇവൻ വിറവ് കൂടെ കയറി വീട്ടിനകത്തേക്ക് ഇറങ്ങും. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെയാണ് ഇവരെയൊക്കെ വീട്ടിലേക്ക് വരുത്തുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളം വെക്കുന്നത്, ഇതൊക്കെ തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കുക. താഴെ ചെടി ഗാർഡൻ്റെ നടുക്ക് ചെറിയ ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് മീനിട്ട് വെള്ളം വെക്കുന്നത് അത് നമ്മൾ ഒഴിവാക്കുക. തൽക്കാലം മീനിനെ ഒരു ബേസിലേക്ക് മാറ്റി വീടിനകത്ത് വെച്ചിട്ട് അടുത്ത ഒന്നുകൂടെ മഴ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇടുക. പിന്നെ അല്ല ലവ് ബേഴ്സിൻ്റെ കൂട് വെക്കുന്നത് ഹൈറ്റിൽ വെക്കുക. കാരണം വെച്ചാൽ ഇവർക്ക് ഭക്ഷണം തേടി വരുന്ന സമയത്ത് എല്ലായിടത്തൂടെയും കയറി വരും. അപ്പോൾ മേലോട്ട് കൂടുന്നകത്ത് വരും. അതുവഴി നമുക്ക് അപകടങ്ങളുണ്ടാകും. പിന്നെ അതുപോലെ നമ്മൾ ഈ സന്ധ്യ സമയം വേനൽ കൂടുമ്പോൾ നമ്മൾ അമ്മമാർ എപ്പോഴും എന്നും കാണാവുന്ന ഒരു കാര്യമാണ്, വീട്ടിൻ്റെ മുന്നിലത്തെയും പിന്നിലത്തെയും ഡോർ തുറന്നിട്ടിട്ട് ഒന്നുകിൽ വെളിയിലൊന്ന് കാറ്റും കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ട് ഈ സമയത്തൊക്കെ സൈഡിൽ കൂടെ അഴിഞ്ഞു പറഞ്ഞ അതിഥികൾ അകത്ത് കയറുന്നു. അകത്ത് കയറി ഏതെങ്കിലും എന്താ അറിയായിരുന്നു എല്ലാ വീട്ടിലും സാമഗ്രികൾ വീടിനകത്തിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് രാത്രി ഉറങ്ങി കിടന്ന് അഴിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഇട്ടൊന്നും നിർബന്ധമില്ല, കാല് താഴേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് അടി കിട്ടുന്നു. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് തൃശ്ശൂരും നമ്മുടെ അഴൂരും സംഭവിച്ചത് കട്ടിലിൽ കിടന്നിട്ടല്ല. അപ്പോൾ വേനൽക്കാലത്ത് തറയിൽ കിടക്ക ഒഴിവാക്കണം. ഒരു കാരണവശാലും താഴെ പായ വിരിച്ച ബെഡ്ഷീറ്റ് വിരിച്ച. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സുരേഷ്, അതായത് നമ്മൾ ഈ പാമ്പുകളെ പിടിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലില്ല. നമ്മുടെ വനംവകുപ്പ് പോലും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ശാസ്ത്രീയത ഇല്ലാത്തത് കൊണ്ടും ഇതിൽ പരിചിതമില്ലാത്ത ആൾക്കാർ ഇടപെടുന്നത് കൊണ്ടുമാണ് ഈ പാമ്പുകളെ തുറസായ സ്ഥലങ്ങൾ, ഇപ്പോൾ സുരേഷ് പറഞ്ഞനുസരിച്ച് ഇവിടെ ലുലു മാളിന്റെ മുമ്പിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഹൈവേ സൈഡിൽ പോലും തുറന്നു വിടുക. അതായത് ഇവരിപ്പോൾ 5000 10,000 വാങ്ങി പാമ്പിനെ പിടിക്കുന്നു, പിന്നെ അതിനെ എവിടെ വേണമെങ്കിലും തുറന്നു വിടുകയാണ്. വനത്തിൽ തുറന്നു വിടുന്ന സംവിധാനം ഇല്ല. വനംവകുപ്പ് പിടിക്കുന്ന മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പിടിക്കുന്ന മാത്രമേ വിടുന്നുള്ളൂ. അതും അപൂർവമായിട്ട് വന്നു. വനംവകുപ്പ് കറക്റ്റ് കണക്കുണ്ട് അവർക്ക്. ഇന്ന സ്ഥലത്ത് പിടിച്ചു, ഇത്ര നമ്മൾ ഇന്ന സ്ഥലത്ത് വിട്ടു, അടുത്തത് വേറൊരു സ്ഥലത്ത് വിട്ടു, അത് കണക്കുണ്ട്. പക്ഷേ ഇതിൽ വരാൻ പോകുന്നത് ഇത് നമുക്ക് പാമ്പിനെ പിടിക്കുന്ന പോളിസി അല്ല നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഭാരതത്തിൽ നമുക്ക് റിലീസിങ് പോളിസി എന്ന് വനംവകുപ്പിൽ പിടിക്കുന്ന പാമ്പുകളെ വിടുന്ന റിലീസിങ് പോളിസി എന്നൊരു സാധനം വെക്കണം. അതാകപ്പെടെ ഇന്ത്യയിലുള്ളത് നമ്മുടെ ഭാരതത്തിലുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. എവിടെ പാമ്പിനെ വിടുന്നത് അവരുടെ ടെറിട്ടറിയത്തിനടുത്ത് അവരുടെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് അവരെ റിലീസ് ചെയ്യുന്നു. അത് വനത്തിൽ തിന്ന സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.